നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 84ാം ചരമവാർഷികം ആഘോഷിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വിശ്വസാഹിത്യകാരനും ബഹുമുഖ പ്രതിഭയും നോബൽ സമ്മാന ജേതാവും ഭാരതത്തിന്റെ ദേശീയ ഗാനരചയിതാവുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 84ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MV ബെന്നി ടാഗോറിന്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം കയ്യൊപ്പ് പതിപ്പിച്ച സമസ്ത മേഖലകളെക്കുറിച്ചും സംസാരിച്ചു. ശ്രീകാന്ത് മട്ടാഞ്ചേരി, CS ജോസഫ്, ആന്റണി KJ, പ്യാരി പീറ്റർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതിൽ ഇന്ത്യയിലെ സമയം കാണിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വേറൊരു കൗതുകം കൂടെ മനസ്സിലാവും. ഇന്ത്യയിലെ സമയമായി അവരടയാളപ്പെടുത്തുന്നത്, ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ സമയമാണ് എങ്കിലും അവരടയാളപ്പെടുത്തുന്നത് കൽക്കട്ടയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയല്ല ഇപ്പോഴും ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ബംഗാളാണ് അല്ലെങ്കിൽ കൽക്കട്ടയാണ് ഇന്ത്യയുടെ നായകസ്ഥാനം അലങ്കരിക്കുന്ന പ്രദേശം. നമ്മുടെ നാട്ടിലും പഴയ കാലത്തൊരു പഴഞ്ചൊല്ല് നമ്മൾ പറയും, ഇന്ന് ബംഗാൾ എന്ത് നിശ്ചയിക്കുന്നുവോ അത് നാളെ കേരളത്തിൽ നടപ്പാകും, മറ്റന്നാളത് ഇന്ത്യയിലും നടപ്പാകും എന്നൊരു അഭിമാനം അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് ഉബൈദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ പ്രീത സജ്കുമാർ ടാഗോറിന്റെ കവിത ആലപിച്ചു. സെക്രട്ടറി PP ജയപ്രകാശ് സ്വാഗതവും സാഹിത്യവേദി അധ്യക്ഷ സീന മാധവൻ നന്ദിയും പറഞ്ഞു. ടാഗോറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാലോ എന്നൊരു സന്തോഷം തോന്നി. അങ്ങനെ വന്നതാണ് ഞാൻ. വന്നത് നന്നായി, വന്നതിന് ഗുണമുണ്ടായി, കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ദേശീയ ഗാനം എഴുതിയ കവി എന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വലിയ മഹാനാണെന്ന് അറിയാം, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉപരിപ്ലവമായിട്ട് കുറേ കാര്യങ്ങൾ അറിയാമെന്നുള്ളതല്ലാണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ അറിയില്ല. അപ്പം ജോസഫ് സാർ പ്രത്യേകിച്ച പുസ്തകം പരിചയപ്പെടുത്തിയത് വളരെ നന്നായി. ആ പുസ്തകം എന്തായാലും എടുത്ത് വായിക്കണം. ടാഗോറിനെ കുറിച്ച് ഇനിയുള്ള വായനകൾ എൻ്റെ മനസ്സ് പറയുന്നു, കുറച്ച് നാൾ ഇനി ടാഗോറിനെ കുറിച്ചുള്ള വായനയിലായിരിക്കട്ടെ എന്ന് എൻ്റെ മനസ്സ് പറയാണ്. കുഞ്ഞുങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.